ധ്യാനം ആരംഭിച്ചപ്പോൾ തന്നെ ബ്രദറിൻ്റെ രീതി ഒത്തിരി എനിക്കിഷ്ടമായി. അതായത് നമ്മൾ സാധാരണ കാണുന്ന ഒരു രീതിയല്ല. ആ സന്തോഷത്തിൽ തന്നെ ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് വെളിപ്പെടുന്നത് പോലെയുള്ള അനുഭവം എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായി. തുടങ്ങിയപ്പോൾ തന്നെ സങ്കീർത്തന ആലാപനം വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇതിന് മാത്രം കടക്കാനുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. കാരണം അതിൻ്റെ ആ ലിറ്റററി ഫോമാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. ഇപ്പം മല, കുന്ന്, അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത പലപ്പോഴും പോകാറില്ല. ഒരുപക്ഷെ നമ്മൾ പ്രകൃതിയെ കാണുന്നത് പോലെ തന്നെ മാത്രമേ സങ്കീർത്തനത്തിൻ്റെ ആ ഇമേജൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ആദ്യമായിട്ട് ആ സങ്കീർത്തനം എക്സ്പൗണ്ട് ചെയ്ത് തന്നപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. അങ്ങനെ ഇനിയും ഓരോന്നിനും ഓരോ വേഴ്സിനും അതുപോലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ ചില വചനങ്ങൾ ഭയപ്പെടുത്തുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം പലപ്പോഴും സാധാരണക്കാർക്ക് ഏക ആശ്വാസം ദൈവവചനം ആവുമ്പോൾ ഈശോ പോലും മനുഷ്യനെ തിരസ്കരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആ അണലി സന്തതികളെ എന്ന് പറഞ്ഞ ആ വചനം അതൊത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അതേത് വചനമാണുള്ളത്? അത് മത്തായി 12:32. ആ വചനം ശരിക്കും അങ്ങനെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഓരോ വാക്കിനും ഇപ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ അതിൻ്റെ ഹോൾ മെസ്സേജ് എടുക്കേണ്ടത്. പക്ഷേ എങ്കിലും അതിൻ്റെ പർട്ടിക്കുലർ മെസ്സേജിന് പർട്ടിക്കുലർ വാക്കുകൾക്ക് പോലും അങ്ങനെ ഒരു ഒരു ഹോപ്പ്ഫുൾ മെസ്സേജ് ഉണ്ട് എന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ സന്ദേശമായിരുന്നു അത്. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളെന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, അതൊക്കെ വിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാവരുടെയും സമാധാനത്തിനുള്ള ഒരു സന്ദേശമാണത്. എല്ലാവരും അലഞ്ഞ് നടക്കുകയാണ്. പൊതുവേ ഈ ലോകത്തിൻ്റെ ഗതി, ലോകത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലും ആകൂ. പക്ഷെ ദൈവം നമുക്ക് ചെയ്ത ഒരു കാര്യമുണ്ട്. അതാണ് ശരിക്കും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ഉടലെടുക്കുന്നത്. അതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്ന ആ വചനം. അതാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം ഫൈനൽ കോറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അണ്ടർലൈൻ ചെയ്ത് മനസ്സിൽ സൂക്ഷിക്കാനായിട്ടുള്ളതെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.